ഹലോ കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പച്ചടിയാണ്. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പച്ചടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി 2 തക്കാളിയും പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് അടുപ്പിലെ പാത്രത്തിലേക്ക് വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി അരിയാം. തക്കാളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന പച്ചടിയായിരുന്നു ഇത്. വീട്ടിലെന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സദ്യയ്ക്ക് അമ്മ എപ്പോഴും തക്കാളി പച്ചടിയാണ് തയ്യാറാക്കി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി എത്തിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. പച്ചടിക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കടുക് ചതച്ചെടുക്കാറുണ്ടല്ലോ. ആ കടുക് അന്നൊക്കെ അമ്മിക്കല്ലിലാണ് അരയ്ക്കുന്നത്. അരച്ചിട്ട് കടുക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കത്തേ ഉള്ളൂ. ഒട്ടും അരയത്തില്ല, ഉടച്ചെടുക്കുക പതിവ്. അപ്പോൾ അരയ്ക്കാനുള്ള തേങ്ങ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് ഞാൻ പ്രത്യേകം അമ്മിക്കല്ലിൽ കൊണ്ടുപോയി ചതച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് മിക്സിയിലിട്ടാൽ ചിലപ്പോൾ അരഞ്ഞു പോകും. അതുകൊണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അരപ്പിൽ ഇത് രണ്ടുമേ ചേർക്കാറുള്ളൂ. തക്കാളി പച്ചടി ഉണ്ടാക്കുമ്പോൾ അരപ്പിൽ ഇത് രണ്ടും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളി അടച്ചു വെച്ച് വേവിക്കുവാണ്. അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തക്കാളി നന്നായി വേവട്ടെ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാം. തേങ്ങയുടെ അരപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരുന്ന കടുകില്ലേ, കടുക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെള്ളം പോലെ ആവല്ല, ഈ തൈര് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് തേങ്ങ ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഇനി ഇതെവിടെ ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് തൈര് ചേർക്കാം. വിശേഷങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന പച്ചടിയായിരുന്നു ഇത്. അമ്മ ഈ പച്ചടി മാത്രമേ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മ എപ്പോഴും തക്കാളി പച്ചടിയായിരുന്നു ഉണ്ടാക്കുന്നത്. അതിന് നല്ല ടേസ്റ്റുമായിരുന്നു. മൺചട്ടി ഓഫ് ചെയ്താലും ആ അരപ്പ് പിന്നെയും ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്കും ചൂട് നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതൊന്ന് വാങ്ങി വയ്ക്കാം. നമ്മുടെ പച്ചടിക്ക് ചേർക്കാൻ വേണ്ടി കടുക് വറുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട്.
എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അത് ചൂടാകുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് പച്ചടിയുടെ അരപ്പ് തണുത്തിട്ടുണ്ട്, അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് കടുവറുക്കുന്നതിലേക്ക് ചെറിയ ഉള്ളി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മുടെ പച്ചടിയിലേക്ക് കൂടി ചേർത്ത് കൊടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് വെച്ചിട്ട് അപ്പം നമ്മുടെ സ്വാദൂറും തക്കാളി പച്ചടി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ പച്ചടി ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പച്ചടിയാണിത്. നല്ല ടേസ്റ്റുണ്ട്, നല്ലൊരു പച്ചടിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇത് എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പം എല്ലാ പ്രാവശ്യവും ഈ പച്ചടിയായിരുന്നു തയ്യാറാക്കുന്നത്. അന്നേരം ഈ പച്ചടി എനിക്ക് അന്ന് തൊട്ടേ ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ വർഷമായി ഈ പച്ചടി ഉണ്ടാക്കി കഴിച്ചിട്ട്. ഇപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണേ, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.